പുതിയ വിശേഷം സീക്രട്ട് ആണ്. ഓക്കെ. എസ് എൻ സ്വാമി സാറിന്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ പ്രൊജക്ട്. ഇത് ആർദ്രയുടെ എത്രാമത്തെ മൂവിയാണ്? എത്രാമത്തെ മൂവിയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ 4 പറയേണ്ടി വരും. ഓക്കെ. പക്ഷേ മമ്മൂക്കേനെ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സീൻ പോരെ, ഇനിയും മമ്മൂക്കേന്റെ കൂടെ വലിയ സീൻ അഭിനയിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് എന്നെ തന്നെ ഞാൻ ചലഞ്ച് ചെയ്യുന്നത് പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ എന്നെ ചലഞ്ച് ചെയ്യുന്ന പരിപാടികൾ എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. യൂഷ്വലി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാളാണോ ആർദ്ര? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെയാണ് അത് മെഷർ ചെയ്യുക? ഇൻട്രോവേർട്ട് ആണോ? ആംബിവേർട്ട് ആണെന്ന് വേണ്ടി വരും. പിന്നെ ഞാൻ ഉള്ള സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു, കുഴപ്പമില്ല. ഹലോ ആൻഡ് വെൽക്കം എവ്രി വൺ, ഇറ്റ്സ് മീ കരുണ ജോർജ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആർദ്ര മോഹൻ ആണ്. ഷീ ഈസ് ആൻ ആക്ട്രസ്, മോഡൽ ആൻഡ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടെയാണ്. ആർദ്ര, വെൽക്കം ടു ദ ഷോ. അപ്പൊ എന്താണ് പുതിയ വിശേഷം? പുതിയ വിശേഷം സീക്രട്ട് ആണ്. ഓക്കെ. എസ് എൻ സ്വാമി സാറിന്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ പ്രൊജക്ട്, അതിന്റെ ഒരു ഭാഗമാവാൻ പറ്റി, അതാണ് വിശേഷം. അതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ. അതെ. ആൻഡ് എനിക്ക് തോന്നുന്നു എസ് എൻ സ്വാമി സാർ നമുക്ക് കുറേ ത്രില്ലർ മൂവീസ് തന്നിട്ടുള്ളൊരു ഒരു റൈറ്ററാണ്. ആൻഡ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവി ഡയറക്ഷനാണ്. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് ആർദ്ര കാസ്റ്റ് ചെയ്യപ്പെട്ടത്? ഞാൻ മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് അഡ്വർടൈസ്മെന്റ്സ് ആണ്. ഓക്കെ. അപ്പോൾ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്ന നരേഷ് ചേട്ടനുണ്ട്. ചേട്ടനാണ് എന്നെ എസ് എൻ സ്വാമി സാറുമായിട്ട് കണക്ട് ചെയ്തതും ഓഡിഷൻ അറ്റൻഡ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നതും. ഓക്കെ. അപ്പം ആരുമായിട്ടാണ് ഒരു കോമ്പിനേഷൻ സീൻ മോസ്റ്റ്ലി സീക്രറ്റിലുള്ളത്? ധ്യാൻ ചേട്ടനുമായിട്ടുണ്ട്, അതുപോലെ ഫാമിലി ആയിട്ടുണ്ട്. ബാക്കി നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ആരുമായിട്ടായിരുന്നു ആർദ്രയ്ക്ക് മെയിൻ കോമ്പിനേഷൻ? ആരൊക്കെയായിട്ടായിരുന്നു മൂവിയിൽ? ധ്യാൻ ചേട്ടനുമായിട്ട് കോമ്പിനേഷൻ ഉണ്ട്, മണിക്കുട്ടൻ ചേട്ടനുമായിട്ടുണ്ട്, ബാക്കി എല്ലാവരുമായിട്ടും ഉണ്ട്. പക്ഷെ കുറച്ച് കൂടുതൽ ഫാമിലി ആയിട്ടും ധ്യാൻ ചേട്ടനായിട്ടാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ധ്യാൻ ചേട്ടൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ കാണുന്ന എല്ലാവർക്കും അറിയാം ധ്യാൻ ചേട്ടന്റെ ഓരോ ഇന്റർവ്യൂസും ഹീസ് എ തഗ് കിങ് എന്നൊക്കെ പറയാം. ആൻഡ് റീസെന്റ് മണിക്കുട്ടൻ ചേട്ടനും അവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരു കോമ്പിനേഷനൊക്കെ എല്ലാവരും ഏറ്റെടുത്ത ഒരു കാര്യമാണ്. അപ്പൊ സെറ്റിലും സെയിം ഒരു വൈബ് തന്നെ ആയിരുന്നോ? സെറ്റില് എനിക്ക് അവരുടെ ഒരു ആക്ച്വലി ഒരു ഫ്രണ്ട് സർക്കിൾ ആണ്. ഓക്കെ. നിങ്ങൾക്ക് സോങ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ എനിക്ക് അധികം ആ ഗ്രൂപ്പുമായിട്ടുള്ള സീൻസ് കുറവാണ്. അപ്പോൾ ഈ ഫൺ മൊമെന്റ്സ് എനിക്ക് കിട്ടാൻ ചാൻസ് കുറച്ച് കുറവാണ്. പക്ഷെ ഉള്ള സമയത്തെല്ലാം ഭയങ്കര ഫണ്ണായിരുന്നു, ഭയങ്കര രസമായിരുന്നു സംസാരം കേട്ടോണ്ടിരിക്കാൻ. ഞാൻ പൊതുവെ ഇനീഷ്യലി പരിചയപ്പെടുന്ന സമയത്തൊരു ലിസണറാണ് കൂടുതൽ. അപ്പോൾ ഫണ്ണാണ്, പൊതുവെ ഫണ്ണാണ്. രീതികളാണെങ്കിലും കൗണ്ടർ ആണെങ്കിലും അത് സെറ്റിലും നമുക്ക് കാണാനുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ എസ് എൻ സ്വാമി സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അയ്യോ, സ്വാമി സാറിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു മൂവി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊന്നും പണ്ട് ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടോ ഒന്നും ഉള്ളതല്ല. അപ്പോഴേ കാണുന്ന സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പടങ്ങളുടെ ഒരു റൈറ്ററുടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ പ്രൊജക്റ്റിലേക്ക് എങ്ങനെയോ കണക്റ്റായി അവിടെ എത്തിപ്പെട്ട് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് എനിക്ക്. എന്താ പറയുക, ഒരു ഗുരുവിനെ പോലെയൊക്കെയാണ് നമുക്ക് സാറിനെ ഫീൽ ചെയ്യാം. പേഴ്സണലി വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സാറുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണെങ്കിലും സാറിന്റെ വേ ഓഫ് രീതികൾ കുറച്ച് ഡിഫറെന്റ് ആണെന്ന് എനിക്ക് തോന്നി പേഴ്സണലി. സാറിൻ്റെതായിട്ടുള്ള സബ്ജക്റ്റുകളിൽ കുറച്ചധികം ഇൻവോൾവ് ആണ്. എപ്പോഴും കുറച്ചധികം റിസർച്ച് ആയിട്ടും നമ്മളെ എപ്പോഴും ഡെയിലി ലൈഫിൽ കാണുന്ന പല കാര്യങ്ങളാണെങ്കിലും അതിന്റെ വേറെ ചില തലങ്ങൾ ഉണ്ട് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുകയും അത് നമുക്ക് കണക്ട് ചെയ്യാനും ശ്രമിക്കുന്ന ഒരു ആളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് സാറിന് ഇതിൽ കൊണ്ടുവരാനും പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പം അത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കാണുന്നു, ഇങ്ങനെ ഒരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. തീർച്ചയായും. അപ്പം ഇത് ആർദ്രയുടെ എത്രാമത്തെ മൂവിയാണ്? എത്രാമത്തെ മൂവിയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ 4 പറയേണ്ടി വരും. ഓക്കെ. ആദ്യം വിചിത്രത്തില് ഒരു ചെറിയ സോങ് സീക്വൻസസിലാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ക്രിസ്റ്റഫറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ശേഷം മൈക്കിൾ ഫാത്തിമയിലും റോൾ ചെയ്തു. ഇതാണ് മെയിൻ ആയിട്ടുള്ളൊരു ക്യാരക്ടർ. അപ്പം എപ്പോഴാണ് ഈ മൂവിയിലേക്ക് വന്നത്? എങ്ങനെയായിരുന്നു? ആദ്യം മൂവിയിലേക്ക് എത്തിപ്പെടണമല്ലോ. അപ്പം മോഡലിംഗ് ആണ് ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം അതിൽ നിന്ന് എങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ള ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഈവൻ മോഡലിംഗ് ആണെങ്കിലും ഞാനൊരു പ്രൊഫഷണൽ മോഡലായിട്ടോ മോഡൽ ആവാൻ വേണ്ടിയിട്ടോ പെർസ്യൂ ചെയ്തിട്ടുള്ള ഒരാളല്ല. ഫോട്ടോഷൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളുടെ ഒക്കെ ഭാഗമായി ഒരു മോഡലായി കുറച്ച് TVC ആഡ്സിന്റെ ഒക്കെ ഭാഗമാവാൻ പറ്റി.
അങ്ങനെ ഒരു കോവിഡ് വന്ന സമയത്ത് മലപ്പുറം ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. ഓക്കെ. നമ്മുടെ പേരല്ലൂർ പ്രീമിയർ ലീഗിന്റെ പ്രവീൺ ചേട്ടൻ ചെയ്യാനായിരുന്ന പ്രൊജക്ട്. അപ്പം അതിലേക്ക് ഞാൻ നാട് മലപ്പുറമാണ്. അപ്പം എനിക്ക് മലപ്പുറം സ്ലാങ്ങിലും സംസാരിക്കാൻ പറ്റും. അപ്പം അവിടെ കാസ്റ്റിംഗ് ചെയ്യുന്നൊരു ഇക്കുണ്ട്, അബു വളയംകുളം, അറിയാൻ സാധ്യതയുണ്ട്. അപ്പം ആള് വഴിയാണ് ഞാൻ അതിലേക്ക് ഓഡീഷന് വേണ്ടി സെലക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് ചെന്ന് അന്ന് സെലക്ടഡ് ആയി. അപ്പോഴാണ് ഫസ്റ്റ് എൻ്റെ മൂവി ഓഡീഷൻ സെലക്ടഡ് ആയപ്പോഴാണ് ഞാൻ ഓക്കെ ഇവർക്ക് ഞാൻ ഓക്കെ ആയല്ലേ, അപ്പൊ ഒന്നിനി ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അതുവരെ ഞാൻ എന്നെ കൊണ്ട് ഓഡീഷൻ പോയിട്ട് സ്റ്റഡീസിന്റെ സമയത്ത് ഒരു വൈവയ്ക്ക് പോലും ഇരിക്കാൻ പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം അതാണ് എന്നെ മൂവിയിലേക്ക് ഒരു കോൺഫിഡൻസിന്റെ കുറവില്ലേ നമുക്ക്, ഒരു പേടിയും കാര്യങ്ങളും നമുക്ക് പറ്റുന്നതാണോ, നമുക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ള തോട്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് അതൊരു സ്വപ്നമായിട്ട് പോലും വിചാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പൊ ആദ്യത്തെ ഒരു മൂവി ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ വീണ്ടും മൂവീസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഡെഫിനറ്റ്ലി വന്നതാണ്. അത് എന്തായാലും നമുക്ക് ഉണ്ടാവും. അതിലും ബെറ്റർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതുപോലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടണം എന്നുള്ള ആഗ്രഹം, അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളത് അത് വലിയൊരു ഹൈലൈറ്റിംഗ് ഫാക്ടറാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കാണാൻ പറ്റുക, അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ പറയണത് എന്തോ എനിക്ക് ആദ്യം തന്നെ മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അപ്പം ഇനിയും നെക്സ്റ്റ് മൂവി ഏതാണ് ആർദ്രയുടെ? എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ കറന്റ്ലി വേറെ പ്രൊജക്ടുകളൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ആ രീതിയിലേക്ക് ആലോചിക്കാൻ. അപ്പം ആർദ്ര ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടെ ആണെന്ന് പറഞ്ഞു. അപ്പം എപ്പോഴാണ്, മലപ്പുറം ആണ് വീട്, അപ്പം എപ്പോഴാണ് കൊച്ചിയിലേക്ക് സെറ്റിൽ ആയത്? കൊച്ചിയിലേക്ക് ഞാൻ വന്നിട്ടൊരു 4 years ആയിട്ടേ ഉള്ളൂ. വർക്കിന് വേണ്ടിയിട്ടാണ്? അതെ. ഞാൻ പഠിച്ചതെല്ലാം പല സ്ഥലങ്ങളിലായിട്ടാണ്. അപ്പോൾ +2 കഴിഞ്ഞ ശേഷം നാട് വിട്ട് സ്റ്റഡീസ് ഒക്കെ ആയി നടന്ന് പിന്നെ കേരളത്തിൽ വന്നപ്പോൾ ഞാൻ നേരെ കൊച്ചിയിലാണ് വന്നത്. ഓക്കെ. അപ്പം ഇപ്പം കൊച്ചിയിൽ ഫ്രണ്ട്സ് ഉണ്ടോ? ഫാമിലിയുടെ കൂടെയാണോ? ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെയാണ്. ഫാമിലി നാട്ടിലാണോ, അവരൊക്കെ വർക്കിംഗ് ആണ്. അപ്പൊ ആദ്രയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയനുണ്ട്, അമ്മമ്മയുണ്ട്. അനിയൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അനിയൻ എന്ത് ചെയ്യുവാണ്? അനിയൻ ഇപ്പോ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യാൻ പോകും. ആൻഡ് പേരൻസ് വർക്കിംഗ് ആണല്ലേ? ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ഈ പ്രൊഫഷൻ, നമ്മളെപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല. അപ്പം ഈ ഒരു പ്രൊഫഷനും ഈ ഒരു ആക്ടിങ്ങും ഒക്കെ കൂടെ എങ്ങനെയാണ് ആർദ്ര മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഞാൻ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി ഫ്രീലാൻസിങ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇനീഷ്യലി വന്ന സമയത്ത് ഞാൻ ഒരു ക്ലിനിക്കിൽ പെർമനന്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഇതുപോലെ ലീവ് എടുക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം നമ്മൾ ആൻസറബിൾ ആണ്, കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി വേറെ രീതിയിലുണ്ട്. ഇപ്പൊ ഞാൻ ഫ്രീലാൻസിങ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. അത് കൊച്ചി ബേസ്ഡ് ആണ്? അതെ, ഞാൻ വർക്ക് ചെയ്യുന്നത് കൊച്ചി ബേസ്ഡ് ആണ്. പക്ഷെ മലപ്പുറത്തും ഞാൻ കൺസൾട്ടേഷൻസ് എടുക്കുന്നുണ്ട്. എന്തായാലും നാട്ടിൽ പോവും, പേരൻസിന്റെ കൂടെ എല്ലാ മന്തും കുറച്ച് ഡേയ്സ് സ്പെൻഡ് ചെയ്യുമ്പോൾ. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ആർദ്ര കുറേ ആൾക്കാരുടെ വിഷമങ്ങളും ഒക്കെ കേൾക്കുന്ന ഒരാളാണ് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ. ഓൾസോ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഒരു ഇതുണ്ട്, കൗൺസിലിങ്ങിന് പോകുന്നവർക്ക് എന്തോ ഒരു മാനസിക രോഗമുണ്ട് എന്നുള്ള ഒരു സംഭവം എവിടെയൊക്കെയോ ഉണ്ട്. അപ്പം അതിനോട് ആർദ്രയ്ക്ക് എന്താ പറയാനുള്ളത്? അത് ഉള്ള കാര്യം തന്നെയാണ്. ആളുകൾക്ക് ഇങ്ങനെ ഒരു പ്രെജുഡൈസ്ഡ് ആയിട്ടുള്ളൊരു സാധനം ഉണ്ട് എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചധികം നമ്മുടെ ഇൻഫർമേഷൻസിന്റെ ഒരു അതിപ്രസരം കാരണം നമ്മളും സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലായിടത്താണെങ്കിലും പല ടേംസ് കുറച്ച് അധികമായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ഫെമിലിയർ ആണ്. അപ്പൊ നമ്മൾ ആ ടേംസ് വെച്ചിട്ട് ആളുകൾ ലേബിൾ ചെയ്യുന്ന ടെൻഡൻസീസും ഇപ്പൊ കുറച്ച് കൂടുതലായിട്ട് കാണും. ഇപ്പൊ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ, ഡിപ്രസ്ഡ് ആയിക്കോട്ടെ, പക്ഷെ അത് ടേംസ് യൂസ് ചെയ്തിട്ട് വളരെയധികം ആ ആൾ ആ ടൈപ്പാണ്, ഇയാൾക്ക് ഇതാണ് എന്ന് പറയുന്ന കേൾക്കാം. അപ്പം എനിക്ക് പേഴ്സണലി അങ്ങനെ ആളുകളെ ലേബിൾ ചെയ്യുന്നതിനോടോ അല്ലെങ്കിൽ അയാൾ ആ ഒരു കാറ്റഗറിയിലേക്ക് പെർമനന്റ് ആയിട്ട് നമ്മൾ ചേർക്കുന്നതോ താല്പര്യമില്ല. അപ്പൊ എല്ലാ ആളുകൾക്കും പല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും ഒക്കെ പോകും. അത് ആ സമയത്തിന്റെയും അവരുടേതായിട്ടുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസിന്റെ, കെമിക്കൽ ചേഞ്ചസിന്റെ ഒക്കെ വന്നു പോകുന്നതാണ്. അതിന് അവര്
അവരുടെ വില്ലിങ്നെസ്സോട് കൂടി അവർക്ക് സംഭവിക്കുന്നതല്ലല്ലോ. അപ്പം ഒരു ഹെൽപ്പ് വേണ്ട സ്ഥലത്ത് ഹെൽപ്പ് എടുക്കണം എന്ന് ആണ്. അത് മറ്റുള്ളവരെന്ത് പറയുന്നു ചോദിച്ച് അല്ലെങ്കിൽ എന്താണ് അവരുടെ അഭിപ്രായം എന്ന് നോക്കി അവരെന്ത് കമന്റ് ചെയ്യും എന്നുള്ളത് ആലോചിച്ച് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മാത്രമേ ലോസ് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനത്തെ കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ കേൾക്കുന്ന ഒരു വാക്കാണ് ഡിപ്രഷൻ ഉള്ള ഒരു വാക്ക്. അപ്പൊ എപ്പോഴാണ് ഒരാൾ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത്? ഒരാള് അതിപ്പോ ഡിപ്രസ്ഡ് ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ നമ്മളുടെ ഈ ബുദ്ധിമുട്ടുകൾ കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് പറയുകയോ ഫീൽ ചെയ്യുകയോ നമ്മുടെ ഇന്ററാക്ഷനിൽ ചേഞ്ചസ് വരികയോ അത് നോട്ടീസ് ചെയ്യാൻ പറ്റുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ സത്യത്തിലൊരു ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത്. അപ്പം ഓൾസോ നമ്മുടെ മൂവി ബാക്ക് ടു മൂവി, ഇപ്പൊ നമ്മള് പേഴ്സണൽ ലൈഫൊക്കെ പറഞ്ഞു. അപ്പം അവിടെ സെറ്റിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു ഫണ്ണി ഇൻസിഡന്റ് ഒന്ന് നമ്മൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ? ഫണ്ണി ഇൻസിഡൻസസ് മിക്കവാറും അവരെല്ലാരും കൂടി ഉണ്ടായിരുന്ന സമയങ്ങളിലായിരിക്കും അധികവും നടന്നിട്ടുണ്ടായിരിക്കുക. പിന്നെ ഞാൻ ഉള്ള സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞോ, കുഴപ്പമില്ല. ഒരു ദിവസം നമ്മളെല്ലാവരും കൂടെ ലഞ്ച് കഴിക്കുകയായിരുന്നു. അപ്പം ധ്യാൻ ചേട്ടന്റെ കാരവാനിലാണ് നമ്മളെല്ലാരും ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഫുഡ് അന്ന് പാലക്കാടായിരുന്നു ഷൂട്ട്. അപ്പം അഹല്യ ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ പുറത്തുനിന്ന് ഫുഡ് കൊണ്ടുവരാ ചെയ്തത്. അപ്പം എല്ലാരും കഴിക്കാൻ ഇരുന്നപ്പോ ഉണ്ട് ധ്യാൻ ചേട്ടന് കറക്റ്റ് ഒരു കോള് വരുന്നു. വിനീതേട്ടന്റെ കോളാ. അപ്പൊ ആദ്യം കോൾ എടുത്തില്ല ധ്യാൻ ചേട്ടൻ. ഞങ്ങളാരും അധികം, ഞാനും വേറെ 1-2 പേരും ധ്യാൻ ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും വിനീതേട്ടന്റെ അടുത്ത്, അല്ലെങ്കിൽ വിനീതേട്ടൻ എങ്ങനെ സംസാരിക്കുന്നതെന്ന് കേൾക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പുഷ് ചെയ്ത് ധ്യാൻ ചേട്ടനെ കൊണ്ട് തിരിച്ചു വിളിപ്പിച്ചു. സംസാരിക്കും, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അപ്പുറത്തുനിന്ന് ആള് പറയുന്നത് ആ സമയത്ത് ഇന്റർവ്യൂ കണ്ടു, ധ്യാൻ ചേട്ടന്റെ റീസെന്റ് ഇന്റർവ്യൂ കണ്ടു, വെയിറ്റ് ലോസ് ചെയ്യണം, പടത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനുള്ള പ്ലാനുകളിലും പരിപാടികളിലും നിൽക്കുമായിരുന്നു. അപ്പം ധ്യാൻ ചേട്ടന് ഇന്റർവ്യൂ കണ്ടിട്ട് അതിൽ അത്ര വെയിറ്റ് പോയിട്ടില്ലല്ലോ എന്നാണ് വിനീതേട്ടൻ പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ കാർബ് കട്ട് ചെയ്യണം. അപ്പൊ ധ്യാൻ ചേട്ടൻ ഫോൺ എടുത്തിട്ട് കാർബ് കട്ട് ചെയ്തു എന്നും പറഞ്ഞു ബിരിയാണിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഫണ്ണി മൊമെന്റ്സ് ഒക്കെ ധ്യാൻ ചേട്ടന്റെ സംസാരമാണ് ആക്ച്വലി നമുക്ക് പറയുന്ന വേ, അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ആദ്രം എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണ്? ഇപ്പൊ എല്ലാരും ഒരു ഇൻഫ്ലുവൻസർ ലോകത്തിൽ ജീവിക്കുകയാണ്. അപ്പം ആദ്രം എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ അതോ? അത്ര വലിയൊരു ഇൻഫ്ലുവൻസർ അല്ല, കുറച്ച് ക്ലോസ് സർക്കിൾസിലാണ് ഞാൻ അധികം വർക്ക് ചെയ്യുന്ന ഒരു രീതി. കാരണം നമ്മുടെ വർക്കും കൺവീനിയൻസും കുറച്ചധിക കാലത്തെ ബന്ധങ്ങൾ കൊണ്ടുള്ള ഒരു അടുപ്പമൊക്കെ വെച്ചിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ട്സോ വല്ലപ്പോഴും 1-2 റീൽസോ ഒക്കെ ഞാൻ ചെയ്യാറുള്ളൂ. അതല്ലാതെ അധികം പ്രൊഫഷണലി ഉള്ളൊരു വർക്ക് വരികയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റിയാൽ ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ പൊതുവെ. അപ്പം എന്തൊരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി തിരിച്ചാലും അതിന് ബോത്ത് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സും ഉണ്ട്. അപ്പം ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് എന്തെങ്കിലും രീതിയിൽ ഒരു നെഗറ്റീവ് കമന്റ്സ് അങ്ങനെ എന്തെങ്കിലും ആദ്രയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഈ ഫീൽഡിലേക്ക് വന്നിട്ട് എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നതിന് മുന്നെയാണ്, അതിപ്പോ കമന്റ്സ് ഒന്നും അല്ല. അപ്പം എനിക്ക് പണ്ടേ ഫിലിമും എന്റർടൈൻമെന്റ് ഫീൽഡും ഇഷ്ടമാണ്. അതിപ്പോ അഡ്വർടൈസ്മെന്റ്സ് ആണെങ്കിലും അപ്പൊ പണ്ടത്തെയൊക്കെ വനിതയുടെ ഫോട്ടോഷൂട്ട്സ് ഒക്കെ സാധാ മാഗസിൻസിൽ നിന്ന് വ്യത്യാസം വന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ ആയിട്ട് യൂട്യൂബിലൊക്കെ വന്നിരുന്ന ആ കാലം തൊട്ടേ ഇതെല്ലാം വാച്ച് ചെയ്യുമായിരുന്നു. അത് ആളുകളെ ആയിക്കോട്ടെ, ഫോട്ടോഗ്രാഫേഴ്സിനെ ആയിക്കോട്ടെ, ആഡ് ഡയറക്ട് ചെയ്യുന്നവരെ ആയിക്കോട്ടെ, അവരെ എല്ലാവരെയും അവരുടെ വർക്കുകളും എങ്ങനെയാന്നുള്ളത് വാച്ച് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ആങ്കറിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചധികം ആക്റ്റീവായിട്ട് വരുന്നൊരു സമയമായിരുന്നു. അപ്പം അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്ന സമയത്ത് ഞാനിങ്ങനെ പോയാൽ കൊള്ളാമെന്ന്, ട്രൈ ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്നിങ്ങനെ തോന്നും. അപ്പോൾ പൊതുവെ അന്ന് ആർക്കും താല്പര്യമില്ലായിരുന്നു ആ ഫീൽഡിലേക്ക് വിടുന്നതിനോടോ സ്റ്റഡീസ് കട്ടാവോ എന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ ഈവൻ ഫാമിലിന്നാണെങ്കിലും എല്ലാവർക്കും ആ ഒരു രീതിയിലുണ്ടായിരുന്നു. പിന്നെ എംഫിലൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലൈസൻസും സർട്ടിഫിക്കറ്റും ഒക്കെ കൊണ്ടുവന്നപ്പോൾ
ഇനി എന്താ ഇഷ്ടമുള്ളതെന്നുള്ള ചെയ്തോളൂ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇപ്പൊ ഫാമിലിന്നാണെങ്കിലും ആ ഒരു ഫുൾ സപ്പോർട്ട് ആദരൊക്കെ ഉണ്ട്. എല്ലാവരും ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എനിക്ക് പൊതുവേ എൻ്റെ റിലേഷൻഷിപ്സ് എല്ലാവരുടെയും ആയിട്ടുള്ളത് നന്നായിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ കുഞ്ഞിലേ തൊട്ടുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും നെയ്ബേഴ്സും ടീച്ചേഴ്സും എല്ലാവരും വളരെ സപ്പോർട്ടീവാണ്. അപ്പം ഒരു പ്രൊഫഷൻ വൈസ് എല്ലാവരുടെയും വിഷമങ്ങൾ കേൾക്കുന്ന ഒരാളാണ്. അപ്പം ആർദ്രയ്ക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടോ? അപ്പോൾ ആദ്യം അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്? എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ഒരാൾ വർഷങ്ങളായിട്ടുള്ള സ്കൂൾ ടൈം തൊട്ടുള്ള ഫ്രണ്ടാണ്. പിന്നെ ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ ചിലരുടെ അടുത്തായിരിക്കും പറയുക, അങ്ങനെയല്ലേ. എനിക്ക് എൻ്റെ വീട്ടിലും കുറച്ചധികം പറയാനുള്ള സ്പേസ് ഉണ്ട്. അത് ഒരു സമയത്തിന് ശേഷം ഞാൻ തന്നെ ഉണ്ടാക്കി എടുത്തതാണ്. കാരണം നമുക്കതൊരു സേഫ് പ്ലേസ് ആണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്സ്, ബാക്കിയെല്ലാം സമയത്തിനനുസരിച്ചോ സിറ്റുവേഷൻസിനനുസരിച്ചോ മാറിയാലും മാറാത്തൊരു ബന്ധമാണ്. അപ്പോൾ അത് നമ്മൾ എഫേർട്ട് ഇട്ട് ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് എടുത്ത് ഇപ്പം എനിക്ക് എന്തും കംഫർട്ടബിൾ ആയിട്ട് പറയാനുള്ളൊരു സ്പേസ് എൻ്റെ വീട്ടിലുണ്ട്. സത്യം പറഞ്ഞു എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനത്തെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കണം അല്ലേ? അത് നമ്മൾ തോന്നില്ലേ, നമ്മുടെ പാരൻസ് പറഞ്ഞാൽ മനസ്സിലാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ നമ്മുടെ എല്ലാ പുതിയ രീതികളും കാര്യങ്ങളും ലൈഫ് സ്റ്റൈലോ നമ്മുടെ ഇൻട്രസ്റ്റുകളോ എല്ലാം ഓക്കെ ആവില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് ആഗ്രഹം, നമ്മൾ എങ്ങനെയാണെന്നുള്ളത് കൂടുതൽ നമ്മൾ ഓപ്പൺ ആവും തോറും അവർക്കും നമ്മളെ കൂടുതൽ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾസോ ക്രിസ്റ്റഫർ മൂവിയിൽ ക്യാരക്ടർ റോള് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മൂക്കയായിട്ടൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? മമ്മൂക്കയായിട്ടുള്ള എക്സ്പീരിയൻസ്, എൻ്റെ ആ പടത്തിലെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ബേൺഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് മമ്മൂക്കേനെ കാണുന്നത്. അപ്പം ഫുള്ളി മേക്കപ്പിലാണ്. നമുക്ക് അധികം മൂവ്മെന്റ്സോ സംസാരിക്കാൻ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതിയിലായിരുന്നു. പക്ഷേ മമ്മൂക്കേനെ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഷോട്ട് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ കണ്ണൊക്കെ ഡ്രൈ ആയിപ്പോയി. ഞാൻ കിടന്ന് കരഞ്ഞ് എക്സൈറ്റ്മെന്റ് കൊണ്ട്, അതെ സന്തോഷം കൊണ്ടുള്ളതാണ്. മമ്മൂക്കേനെ കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, ഭയങ്കര സന്തോഷമായിരുന്നു. ഓൾസോ മൈക്കിൾ ഫാത്തിമയില് കല്യാണി പ്രിയദർശന്റെ കൂടെ ആക്ട് ചെയ്തു. അപ്പം ആ ഒരു എക്സ്പീരിയൻസും കൂടെ എങ്ങനെയാണ്? കല്യാണിയിലേക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആണോ? എന്തായാലും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഫ്യൂ ഡേയ്സിന്റെ അതേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഇഷ്ടപ്പെടുന്ന, എനിക്ക് പൊതുവെ ഇഷ്ടമാണ് ആളെ. അഡ്വർടൈസ്മെന്റ്സിലാണെങ്കിലും പല റോൾസിലാണെങ്കിലും ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു പണ്ട്. അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വർക്ക് ചെയ്യാൻ പറ്റിയത്. സംസാരിക്കുന്ന രീതിയാണെങ്കിലും എല്ലാം ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ സീക്രട്ട് മൂവിയുടെ പ്രൊമോഷൻ്റെ വീഡിയോ നമ്മുടെ മൂവി വേൾഡിൻ്റെ യൂട്യൂബിൽ ഔട്ടായ ടൈമിൽ വന്നൊരു കമൻ്റാണ്, കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും മെച്ചുവേർഡായിട്ടുള്ള ഒരു നായികനെ കാണുന്നതെന്നുള്ളത്. അപ്പം അത് യൂഷ്വലി മെച്ചുവേർഡായിട്ടുള്ള ഒരാളാണോ ആർദ്ര? അതിനോട് എന്താണ് പറയാനുള്ളത്? മെച്യൂരിറ്റി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെയാണ് അത് മെഷർ ചെയ്യുക? അങ്ങനെ മെച്ചുവേർഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് വേണ്ടി വരും പറയാൻ. പിന്നെ അത് നമ്മുടെ ഓരോ മൂഡിനനുസരിച്ചും സ്വഭാവത്തിനനുസരിച്ചും ആ സമയത്തിനനുസരിച്ചും ചോദിക്കുന്ന ചോദ്യത്തിനനുസരിക്കും അത് ആര് ചോദിക്കുന്നു എന്നുള്ളതിനനുസരിച്ചും ഒക്കെ വ്യത്യാസം വരില്ലേ? പൊതുവെ ഭയങ്കര കാം ആൻഡ് സെറ്റിൽ ആയിട്ടുള്ള ഒരാളാണോ? അങ്ങനെയൊന്നും അല്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് എപ്പോഴും ഒന്ന് കുറച്ച് സമയം ഇനീഷ്യലി ഞാൻ എടുക്കും ഒന്നങ്ങ് സെറ്റായി വരാൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എങ്ങനെയാണോ അങ്ങനെ തന്നെയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കുള്ള മെച്യൂരിറ്റി ഒന്നും എനിക്കില്ല. ആദ്യം ജെല്ലാവാൻ ഇച്ചിരി ടൈം എടുക്കും, പക്ഷെ വൺസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്കിപ്പോ അത് ശീലമായി എന്ന് തോന്നുന്നു. ആദ്യം കുറെ ലിസൺ ചെയ്യാനാണ് ടെൻഡൻസി, പിന്നെ ഇവിടെ നിന്ന് അങ്ങ് പറഞ്ഞു തുടങ്ങുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ടിരിക്കും. പൊതുവെ ഫ്രണ്ട്സിന്റെ ഒക്കെ അടുത്തൊന്ന് കേട്ടിട്ടുള്ള ഒരു കമന്റ് എങ്ങനെയാണ്? ഇൻട്രോവേർട്ട് ആണോ? യൂഷ്വലി ഇൻട്രോവേർട്ട് ആണോ അതോ ഒരു എക്സ്ട്രോവേർട്ട് ആളാണോ ആർദ്ര? ആംബിവേർട്ട് ആണെന്ന് വേണ്ടി വരും പറയാൻ. സിറ്റുവേഷൻ അനുസരിച്ചാണ്, സർക്കിളിനനുസരിച്ചാണ്. ചില സർക്കിളിൽ നമ്മൾ ഭയങ്കര ലൗഡ് ആയിരിക്കും, കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. ചിലയിടത്ത് നമ്മൾ നോക്കിയും കണ്ടും അങ്ങനെ ഉള്ള രീതിയിലായിരിക്കും. ആംബിവേർട്ട് ആണെന്നാണ് എൻ്റെ ഒരു. ഇപ്പം പ്രൊഫഷൻ വൈസ് സൈക്കോളജി കൊണ്ടുപോകുന്നുണ്ട്, ആക്ടിങ് ഉണ്ട്, മോഡലിംഗ് ഉണ്ട്. അപ്പം ഏതിലേക്കാണ് ഫ്യൂച്ചറിൽ ആ ഒരു കരിയർ കൊണ്ടുപോകണം എന്ന് ആർദ്ര ആഗ്രഹിക്കുന്നത്? കരിയർ എപ്പോഴും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതും ഫിലിമും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ളതാണ്. കാരണം
ഞാൻ പണ്ടേ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് ചെയ്താൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു ജോലി ഇതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ഞാൻ എടുത്തു തന്നെയാണ് ഈ കൺസൾട്ടേഷൻസും പ്രാക്ടീസും എന്നുള്ള രീതിയിൽ. എനിക്ക് ടീച്ചിങ്ങോ വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടും ചൂസ് ചെയ്തതാണ്. അതെനിക്ക് എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ഫീൽഡാണ്. ആളുകൾക്ക് ചേഞ്ചസ് വരുന്നു എന്ന് കാണുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഉള്ളിൽ നിന്നൊരു സന്തോഷം കിട്ടുന്ന ജോബാണ്. അതുപോലെ തന്നെയാണ് ഫിലിം ആണെങ്കിലും ഇപ്പോൾ ആഡ്സ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുക, അത് എനിക്ക് പേഴ്സണലി വലിയ കാര്യമാണ്. കാരണം ഞാൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പോലും ആലോചിക്കാനുള്ള ധൈര്യം ഇല്ലാത്തടത്തുനിന്ന് ചെയ്ത് തുടങ്ങി അതൊരു ഇങ്ങനെ ജേണിയാണല്ലോ, പ്രാക്ടീസാണ്. അപ്പം ഞാൻ പല ഓഡീഷൻസും ഇതിന് ശേഷം ഫസ്റ്റ് ഓഡീഷന് ശേഷം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ചിലത് നമുക്ക് വർക്കാവും, ചിലത് വർക്ക് ആവില്ല. പക്ഷെ അതൊരു പ്രോസസ്സാണ്, പ്രാക്ടീസാണ്. ആ പ്രോസസ്സ് ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം അത് എന്നെ തന്നെ ഞാൻ ചലഞ്ച് ചെയ്യുന്നത് പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ എന്നെ ചലഞ്ച് ചെയ്യുന്ന പരിപാടികൾ എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പം ആദ്രയ്ക്ക് ഒരു എന്തെങ്കിലും ഒരു ഐ ഡോണ്ട് നോ ലൈക്ക് ഓഫ് കോഴ്സ് ഇതൊരു സീക്രട്ട് ആണ്, നോട്ട് സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന്റെ എല്ലാം രഹസ്യങ്ങളാണ്. പക്ഷെ എന്തെങ്കിലും ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടോ, ഒരു ലൈഫ് ഞാൻ കാരണം അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്തു എന്ന് അങ്ങനെ പറയാൻ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കുന്നത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചേഞ്ചസ് വരുന്ന ഒരുപാട് കേസസ് നമ്മൾ കാണും. പക്ഷേ ആ ചേഞ്ചസ് വരുന്നതിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണം അല്ലെങ്കിൽ ഒരു നിമിത്തം അല്ലെങ്കിൽ എന്തോ നമ്മൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതിൻ്റെ ഒരു 85% ക്രെഡിറ്റും ആ പേഴ്സണുള്ളതാണ്. അയാളിടുന്ന എഫേർട്ടിൻ്റെയും കമ്മിറ്റ്മെൻറ്റിൻ്റെയും റിസൾട്ടാണ് അയാൾക്ക് വരുന്നത്. നമുക്ക് ഗൈഡ് ചെയ്യാനും ആ വഴി കാണിച്ചു കൊടുക്കാനും അവർക്കുള്ള അത് ചിലത് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കാനും ഹെൽപ്പ് ചെയ്യാൻ അതിനെങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനേ പറ്റുള്ളൂ. പറയുന്ന കാര്യങ്ങൾ അവർ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ്, അവരുടെ ഇൻവോൾവ്മെന്റിലൂടെയാണ് അവർക്ക് ആ ചേഞ്ചും ഗ്രോത്തും വരുന്നത്. അപ്പോൾ ക്രെഡിറ്റ് അവർക്കാണ്, സന്തോഷം നമുക്കുണ്ട്. അത് റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് എങ്ങനെയാണ്, സിംഗിൾ ഓർ കമ്മിറ്റഡ് ഓർ മാരീഡ്? സിംഗിൾ ആണ്. ഓക്കെ. അപ്പം ഡെഫിനറ്റ്ലി പ്രൊപ്പോസൽസ് ഒക്കെ കുറേ വരുന്നുണ്ടായിരിക്കുമല്ലോ, ഇൻസ്റ്റഗ്രാം ത്രൂ ആണെന്നുണ്ടെങ്കിലും. ഇപ്പൊ ആൾക്കാരൊക്കെ ഡെഫിനറ്റ്ലി നോട്ടീസ് ചെയ്ത് തുടങ്ങിയല്ലോ. പക്ഷേ അങ്ങനെ പ്രപ്പോസൽ ലെവലിലുള്ള രീതിയിലൊന്നും ഇപ്പൊ കൊള്ളാമെന്നുള്ള രീതിയിൽ കമന്റ് ആയിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ വരും. പക്ഷെ പ്രപ്പോസൽ സ്റ്റേജിലേക്കൊന്നും പോയിട്ടില്ല. ഞാൻ അത്രയും സോഷ്യലി ആക്റ്റീവ് അല്ലാത്തതുകൊണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരാൾക്ക് ഒരു പ്രപ്പോസൽ, ഇതുവരെ ഒരു പ്രപ്പോസൽ വന്നിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല അങ്ങനെയല്ല, ഇപ്പൊ പ്രപ്പോസൽ വീട്ടിലൊക്കെ സ്റ്റഡീസ് കഴിഞ്ഞ് വന്നു, വർക്ക് ചെയ്യാണ്. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും അച്ഛൻ്റെ എന്റെയും പ്രൊഫൈലൊക്കെ ലിങ്ക്ഡ് ആണ്. അപ്പൊ അങ്ങനെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒക്കെ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ റിപ്ലൈ പറയണം എന്നുള്ളത് ഞാൻ പഠിപ്പിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇല്ല. ഒരു സമയത്തുണ്ടായിരുന്നു. മനസ്സിലായി അങ്ങനത്തെ പ്രപ്പോസൽസ് ഇപ്പം ഉണ്ടോ? ലൈക് വീട്ടിൽ നിന്ന് നോക്കുന്നുണ്ടോ? ഇല്ല. കല്യാണം കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, എന്റെ ആളിങ്ങനെ ആയിരിക്കണം, അങ്ങനെ എന്തെങ്കിലും. ചിലപ്പോ ആരെങ്കിലും വന്നാലോ ആർദ്ര? അയ്യോ, ഞാൻ കല്യാണത്തിനെ പറ്റി അങ്ങനെ ചിന്തിക്കുന്നില്ല ഇപ്പൊ. എന്തായാലും ഞാൻ ചിന്തിക്കുന്നില്ല. ഓക്കെ. എന്നാലും നമുക്കൊരു ആഗ്രഹം കാണുമല്ലോ, ലൈക് ടോളർ ആയിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് പേഷ്യൻസ്, ക്ഷമ വളരെയധികം വേണ്ട ഒരാളെയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തും ജഡ്ജ്മെന്റിലല്ലാതെ ട്രസ്റ്റ് ചെയ്ത് പറയാൻ പറ്റും വേണം. അതുപോലെ എൻ്റെ അടുത്ത് എല്ലാം ഇങ്ങോട്ട് പറയുകയാണോ, ഞാൻ ചോദിക്കേണ്ട ആവശ്യം വരരുത്. അല്ലാതെ ഫിസിക്കൽ അങ്ങനെ ലുക്ക് എങ്ങനെ ആയിരിക്കണം അങ്ങനത്തെ ഉള്ളതൊന്നുമില്ല. വേറെയും പല ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് അട്രാക്റ്റഡ് ആവാൻ. അപ്പോൾ ഞാൻ മോർ ഓഫ് പേഴ്സണാലിറ്റി, ആ ഒരു ഇത് എനിക്ക് എപ്പോഴും അതായിരിക്കും. എനിക്ക് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറെ ട്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ലുക്ക് നോക്കിയിട്ടല്ല ഫ്രണ്ട്സിനെയോ പാർട്ട്ണറിനെയോ. അല്ല, എപ്പോഴും ഓൾവേസ് ഇപ്പം പ്രൊപ്പോസൽസിലാണെന്നുണ്ടെങ്കിലും ഇനിഷ്യൽ കണക്ഷൻ എപ്പോഴും നമുക്ക് ഉണ്ടാവുമല്ലോ. നമുക്ക് ഇപ്പോൾ പല ആളുകൾക്കും നമുക്ക് പലരും ഫ്രണ്ട്സ് ആയി പോകുന്നതും ആ ഫ്രണ്ട്സ് നമ്മൾ ക്ലോസ് ആണെങ്കിൽ അവർ പാർട്ട്ണർ അല്ലാത്തതും ഒക്കെ തമ്മിൽ അങ്ങനെയല്ലേ. ഫിസിക്കൽ അപ്പിയറൻസ് ഒരു ഫാക്ടറാണ്. പക്ഷെ
അത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ഇതും കൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ ഇനിയും ഫ്യൂച്ചറിൽ ആരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യണം, അപ്പൊ ഒരു ആഗ്രഹം എന്താണേലും കാണുമല്ലോ, ആഗ്രഹം പറയുന്നോണ്ട് നമുക്ക് കുഴപ്പമില്ലല്ലോ. അയ്യോ, അപ്പൊ ഓഫ് കോഴ്സ് മമ്മൂക്കയുടെ കൂടെ ഒന്നും അഭിനയിക്കുന്ന മേ ബി നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പൊ ആ ഒരു ഞാൻ അങ്ങ് അഭിനയമായിട്ട് കൂട്ടൂല, അതൊക്കെ ഒരു ചെറിയ സീൻ, അതെന്ന് വെച്ചിനി ഈവൻ ആ ഒരു ചെറിയ സീൻ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് ആ സീൻ പോരെ, ഇനിയും മമ്മൂക്കയുടെ കൂടെ വലിയ സീൻ അഭിനയിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്ന അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ മനസ്സിൽ? സ്വാഭാവികമായിട്ടും. പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ ഈവൻ പുതിയ പല പടങ്ങളിലും കാണുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ എല്ലാവരും ഇവിടെ ടാലന്റഡ് ആണ്. ചിലരെയൊക്കെ ഇപ്പോൾ ഫീമെയിൽ ആർട്ടിസ്റ്റുകളാണെങ്കിലും എനിക്ക് ഉർവശി ചേച്ചിനെ, ശോഭന മാമിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ അവരെ കാണുക, സംസാരിക്കുക, വർക്ക് ചെയ്യാൻ പറ്റിയ സന്തോഷം യങ്സ്റ്റേഴ്സിൻ്റെ കൂടെയും ഇഷ്ടമാണ്. ഞാൻ പൊതുവേ പലരുടെ അടുത്തും പേഴ്സണലി കോണ്ടാക്ട് ഉള്ള പലരുടെ അടുത്തും ഞാൻ പറയാറുമുണ്ട് ഇഷ്ടാവുന്ന സമയത്ത്. ധ്യാൻ ചേട്ടനും മണിക്കൂട്ടൻ ചേട്ടനുമായിട്ടൊക്കെ മൂവിയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കോണ്ടാക്ട് ഉണ്ടോ? അതോ നമ്മള് ആവശ്യം വരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ രീതിയിലേ ഉള്ളൂ, അല്ലാതെ അവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബിസി ലൈഫ് തന്നെയാണ്. ധ്യാൻ ചേട്ടൻ്റെ ഒന്നും പിന്നെ പറയണ്ടല്ലോ, ഒരു ദിവസം ഇവിടെ ആണെങ്കിൽ അടുത്ത ദിവസം അവിടെ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പ്രൊമോഷൻസ് ഉണ്ടാകുമ്പോൾ തന്നെ രാവിലെ ദുബായിൽ നിന്ന് വന്ന് നേരെ ഇന്റർവ്യൂവിന് വന്ന്. പക്ഷെ ഡെഡിക്കേറ്റഡ് ആൻഡ് കമ്മിറ്റഡ് ആണ് കേട്ടോ, അത് വേറെ ഭയങ്കരമായിട്ടും. ഇപ്പോൾ പ്രൊമോഷനായിട്ട് പോലും അത്രയും എഫേർട്ട് ഇട്ട് ചെയ്യല്ലേ, ഉറക്കം പോലും ഡിസ്റ്റർബ്ഡ് ആയിട്ടും. അവരൊക്കെ അങ്ങനെ അതിന്റെ ഇടയിൽ നമ്മൾക്ക് ഇന്നാരും പറഞ്ഞുകൊണ്ട് ചെല്ലാനുള്ളതൊന്നും ഇല്ല. ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള ആർദ്ര മൂവി നമ്മുടെ ഇൻഡസ്ട്രിയിൽ നോട്ട് ജസ്റ്റ് മലയാളം അല്ല, ഡെഫിനറ്റ്ലി മലയാളത്തിൽ പറ, അങ്ങനെ ക്രഷ് തോന്നിയിട്ടുള്ള ഒരു ആക്ടർ ആരാണ്? ക്രഷോ? ബ്ലഷ് ചെയ്യുന്നു ആളുടെ മുഖം പെട്ടെന്ന് മനസ്സിൽ വന്നിട്ടാണ് ബ്ലഷ് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇല്ല, ഇഷ്ടമാണ്, ഒരുപാട് പേരെ ഇഷ്ടമാണ്, പക്ഷെ ക്രഷ് എന്നല്ല. അല്ല, അങ്ങനെ ഭയങ്കര ഒത്തിരി അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ള ഡെഫിനറ്റ്ലി എല്ലാവർക്കും കാണത്തില്ലേ ഒരു ആക്ടറിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം? ക്രഷ് അല്ല എനിക്ക്, ഞാൻ അങ്ങനെ പറയാം, ക്രഷ് അല്ല, പക്ഷെ എനിക്ക് ലാലേട്ടൻ, ഞാനൊരു ചെറിയ ലാലേട്ടൻ ഫാനാണ്. എനിക്ക് സ്റ്റഡീസിന്റെ സമയത്തെ പഠിക്കാൻ മൂടില്ലെങ്കിൽ ലാലേട്ടന്റെ പഴയ 1-2 പടം എടുത്തങ്ങ് കാണുക, അപ്പൊ എവിടുന്നാന്ന് അറിയില്ല ഒരു മോട്ടിവേഷൻ വരും. അങ്ങനത്തെ ഒരു ശീലമുണ്ട്. അപ്പോൾ ഞാൻ ആ രീതിയിലൊരു ഭയങ്കര താല്പര്യം ലാലേട്ടൻ, അതുപോലെ മമ്മൂക്കയുടെ പഴയ കുറച്ച് പടങ്ങള്, അതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് സോൺ. പിന്നെ ആർട്ടിസ്റ്റുകൾ ഇപ്പൊ എല്ലാവരും ടാലന്റഡ് ആണ്. ഇപ്പൊ നിവിൻ ചേട്ടന്റെ അല്ല, എനിക്ക് ജെന്യുവൻലി അങ്ങനെയാണ്, സത്യമായിട്ടും അങ്ങനെയാണ്. ഇപ്പൊ നിവിൻ ചേട്ടന്റെ ചില മൂവീസിലെ ചില രീതികളും കാര്യങ്ങളും കാണുമ്പോ ആ ക്യാരക്ടറിലുള്ള നിവിൻ ചേട്ടനെ ഇഷ്ടാവും. സെയിം ടോവിനോയുടെ ചില പടങ്ങളില് എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്. അങ്ങനെ ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് പേഴ്സണലി അറിയാതെ നമുക്ക് എനിക്ക് അങ്ങനെ പേഴ്സണലി ക്രഷോ വേറെ രീതിയിലുള്ള ഇഷ്ടമോ ഒന്നും തോന്നുന്നില്ല. ഓൾസോ ഇപ്പം ഞാനൊരു 2-3 പേരുടെ പേര് പറയാം ആർദ്രയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള. അപ്പം പെട്ടെന്ന് മനസ്സിൽ അവരെ പറ്റി എന്താ തോന്നുന്നതെന്നൊന്ന് പറയാമോ? കലേഷ് ചേട്ടൻ. കലേഷ് ചേട്ടൻ നല്ല ഫ്രണ്ട്ലി, ഭയങ്കര കംഫർട്ടബിൾ. കല്യാണി പ്രിയദർശൻ, ക്യൂട്ട്. ഓക്കെ. ആൻഡ് ധ്യാൻ ചേട്ടൻ. ധ്യാൻ ചേട്ടൻ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ. ആൻഡ് മണിക്കുട്ടൻ ചേട്ടൻ. മണിക്കുട്ടൻ ചേട്ടൻ ഫണ്ണാണ്. ഓക്കെ. മമ്മൂക്ക. അയ്യോ, റെസ്പെക്റ്റ് ആണ്. ഓക്കെ. നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ ആൾക്കാർക്ക് ഈ മൂവിയിലേക്ക് വരണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ള കുട്ടികൾ കാണും. അപ്പം ആർദ്ര ഡെഫിനറ്റ്ലി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഇതിലേക്ക് വന്ന ഒരാളാണ്. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുക്കാൻ പറ്റുമോ? ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന വഴിയേ എനിക്കറിയുള്ളൂ. അപ്പൊ അത് എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയാം. ഇപ്പം ഇനീഷ്യലി ഞാൻ വരുന്ന സമയത്ത് ആഡ്സോ കാര്യങ്ങൾക്കോ ഒക്കെ ആയിട്ട് നമ്മളിവിടെ കാസ്റ്റിംഗ്, അഡ്വർടൈസ്മെന്റ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്ന ആളുകളെ ഓൾറെഡി ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ വഴി നമ്മൾ കോണ്ടാക്ട്സ്, അവരുടെ ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരെ കണ്ട് നേരിട്ട് സംസാരിച്ച് അവർക്ക് ഓഡീഷൻസ് കൊടുത്ത് അവര് നമ്മൾ പുതിയ ഫോട്ടോസോ കാര്യങ്ങളോ എടുക്കുമ്പോൾ ഇവരെ അപ്ഡേറ്റ് ചെയ്യും. റീസെന്റ് നമ്മുടെ ലുക്ക് എന്താണെന്നുള്ളതും നമ്മളിവിടെ ഉണ്ട് എന്നുള്ളതും അവരെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അതാണ്. അപ്പം അങ്ങനെ കാസ്റ്റിംഗ് അഡ്വർടൈസ്മെന്റ്സിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. അതുപോലെ കാസ്റ്റിംഗ് കോളുകൾ വരുന്ന സമയത്ത്
അതിനകത്ത് ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. ആ വർക്ക് ചെയ്യുന്ന ഇത് ജെനുവിൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പേജിൽ കാണുന്ന കാസ്റ്റിംഗ് കോളിൽ ഡയറക്ടർ ആരാന്നില്ല, പ്രൊഡക്ഷൻ ഏതാന്നില്ല, അല്ലെങ്കിൽ കാസ്റ്റിംഗ് ഡയറക്ടർ ആരാന്നില്ല, ഇതൊന്നും ഇല്ലാത്തതിനെ ട്രസ്റ്റ് ചെയ്യാൻ നിൽക്കാതിരിക്കുക. ഇതൊക്കെ പേരുണ്ടെങ്കിൽ അവരുടെ പ്രൊഫൈലിലും കൂടി ഒന്ന് പോയി നോക്കുക, അവരും ശരിയാണോ ജെനുവിൻ ആണോ. നമുക്ക് ആക്സസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആരുടെങ്കിലും ചോദിക്കാം ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഉണ്ടോ എന്നുള്ളത്. അതുപോലെ ഓഡിഷൻസ് വരാൻ സാധ്യതയുണ്ടോ, ഉണ്ടെങ്കിൽ ഇൻഫോം ചെയ്യണം എന്നുള്ളത് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ മാത്രം യൂഷ്വലി ഈ ആഡ്സ് ഒക്കെ ഏതിൽ ആണ് ഈ ആഡ്സ് ഒക്കെ കണ്ടിട്ടുള്ളത്? ആരെങ്കിലും സെൻഡ് ചെയ്ത് തന്ന അങ്ങനെയാണോ, അതോ ഫേസ്ബുക്ക് ഗൂഗിളിലൊക്കെ അങ്ങനെ കണ്ടിട്ടാണോ? കാസ്റ്റിംഗിന്റെ ഞാൻ ഭാഗ്യം കൊണ്ട് ഞാൻ പണ്ട് തൊട്ടേ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ഡിഗ്രി ടൈം തൊട്ടൊക്കെ ഫോളോ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ആയിരുന്ന പല ആളുകളും കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ആഡ് ചെയ്യുന്ന ആളുകളായിട്ട് മാറി. അപ്പം ഞാൻ ബിഹൈൻഡ് ദ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടൊക്കെ ചില ആഡ്സിലൊക്കെ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വർക്കായിട്ടല്ല, ഫ്രീ ടൈമിലെ ഇഷ്ടം കൊണ്ട് അതിന്റെ ഭാഗമാവാന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് കണക്ഷൻസ് വന്ന് നോൺ ആയിട്ടുള്ള കുറച്ച് കാസ്റ്റിംഗ് ഏജൻസീസ് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ എല്ലാരും പെട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമാവും എന്നുള്ളത് കൊണ്ട് ഞാൻ പേരെടുത്ത് പറയാത്ത, എന്നാലും പറയാം. എയിം ടു എയിം ഉണ്ട്, ഇമ്പൾസ് മോഡൽ മാനേജ്മെന്റ് ഉണ്ട്, കാസ്മി പെർഫെക്റ്റ് ഉണ്ട്, ലോഞ്ച് പാഡ് ഉണ്ട്, മിറർ ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ അധികം വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലൊക്കെ ചെന്ന് പെടുമ്പോൾ അതിന്റെ ക്രൂവിലുള്ളവരെ നമ്മൾ പലരെയും പരിചയപ്പെടുകയും അവര് നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ ആ ഓർത്തിരിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ഞാൻ കുറച്ചു കാലം ആക്റ്റീവ് അല്ലെങ്കിൽ അവര് എന്നെ മറന്നു പോകും. കാരണം പുതിയ ആളുകൾ ഓപ്പർച്യൂണിറ്റീസ് ചോദിച്ചുകൊണ്ട് വരുന്നവരുണ്ടാവുമല്ലോ, അതങ്ങനെയാണ്. അപ്പൊ നമ്മൾ ലൈം ലൈറ്റിൽ നിൽക്കുക അല്ലെങ്കിൽ ആക്റ്റീവ് ആവാന്നുള്ളതാണ്. ആക്ച്വലി ഇന്നത്തെ കുട്ടികളെല്ലാം വളരെയധികം സോഷ്യലി ആക്റ്റീവ് ആണ്. നമ്മളാണ് ആക്ച്വലി അവരെ കണ്ട് കുറെ കാര്യങ്ങൾ ലേൺ ചെയ്യാനുള്ളത്. ഞാനൊക്കെ ആ കാര്യത്തിൽ കുറച്ച് ബാക്കൗട്ടാണ്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നെ കുറച്ചധികം അങ്ങനത്തെ കാര്യങ്ങളിൽ പുഷ് ചെയ്യും. അപ്പം ആദ്യം ഈ ആദ്രയ്ക്ക് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനൊക്കെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന പോർട്ട്ഫോളിയോ ഒന്നും ഞാൻ വർക്കിന് വരുമ്പോൾ ബിൽഡ് ചെയ്തിട്ടില്ല. ഫ്രണ്ട്സ് എടുക്കുന്ന ഫോട്ടോസ് ചോദിക്കുന്നത് അയച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇനിഷ്യലി പോയ കാസ്റ്റിങ്ങിൽ പലതും അവർക്ക് വിത്തൗട്ട് മേക്കപ്പ് സാധാരണയുള്ള നോർമൽ രീതിയിലുള്ള ക്യാരക്ടേഴ്സും അങ്ങനത്തേലേക്കൊക്കെ ആയിരുന്നു. അപ്പം ഒരു വലിയ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണതിന്റെ ഒരു രീതിയൊന്നും വന്നിട്ടില്ല. ആ ഫ്രണ്ട് സർക്കിളിലാണ് കൂടുതൽ ഇനിഷ്യലി വർക്ക് ചെയ്തിട്ടുള്ളത്. അവർക്കും നമുക്ക് നേരിട്ട് അറിയാം. പിന്നെ ഓഡിഷൻസിന് പോകുന്ന സമയത്ത് ഡയറക്ട്ലി ചെല്ലുമ്പോൾ അവര് ഫോട്ടോസ് എടുക്കും, ലൈവായിട്ടുള്ള ഇത് ചെയ്തെടുക്കുമല്ലോ. അപ്പൊ എനിക്ക് വേറെ രീതിയിൽ അങ്ങനെ, പിന്നെ ഞാൻ ഔട്ട് ഓഫ് കേരള അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ബ്രാൻഡുകൾ അധികം പുറത്തൊന്നും പോയി ചെയ്യേണ്ട വന്നിട്ടില്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ. ഓക്കെ. ആദ്യം നമ്മളിപ്പോൾ കുറേ കേൾക്കുന്ന ഒരു കാര്യമാണ്, ലൈക്ക് സീനിയർ ആക്ടേഴ്സ് ആക്ട്രസസിൻ്റെ ഒക്കെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് സ്ത്രീപക്ഷ മൂവീസ് മലയാളത്തിൽ കുറവാണ് എന്നുള്ള ഒരു കാര്യം. അപ്പം ആർദ്രയുടെ ഒരു മൂവിയിൽ എക്സ്പീരിയൻസ് വെച്ചും ആർദ്രയ്ക്ക് എന്താണ് അതിനോട് പറയാനുള്ളത്? സ്ത്രീപക്ഷ സിനിമ എന്ന് പറയുമ്പം ചില പടങ്ങളിൽ ചില ക്യാരക്ടേഴ്സ് വേണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമ്മളൊരു സ്ക്രിപ്റ്റൊക്കെ വീണ്ടും വീണ്ടും റിഫൈൻഡ് ആയിട്ടൊക്കെ വരുന്ന സമയത്ത്, അവരുടെ ഡിസ്കഷൻസിന്റെ ഒക്കെ ഭാഗമാവാൻ പറ്റുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നത്, ഈ ക്യാരക്ടർ ഇല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണ് അഡീഷണൽ സീന്, അഡീഷണലി ഈ ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ അങ്ങ് ഒഴിവാക്കിയാലും പ്രശ്നം. ആക്ച്വലി ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ്. പിന്നെ അതിന്റെ ഒരു സൈഡ്. ചിലപ്പോൾ സ്ത്രീകളുടെ രീതിയിൽ ചിന്തിക്കാനും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തെടുക്കാനും അങ്ങനെ തിങ്ക് ചെയ്യുന്ന റൈറ്റേഴ്സോ ഡയറക്ടേഴ്സോ കുറവായിരിക്കാം. നമ്മൾ നോക്കിയാൽ തന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ തന്നെ മെയിൽസ് ആണല്ലോ പൊതുവെ കൂടുതൽ. അപ്പം അവർക്ക് തിങ്ക് ചെയ്യാൻ എപ്പോഴും അവരുടെ രീതി, അവരുടെ ചുറ്റുപാട് അങ്ങനെയല്ലേ. അപ്പം നമ്മളാണെങ്കിലും നമ്മൾ അധികം ആലോചിക്കുന്നത് ഫീമെയിൽ പെർസ്പെക്റ്റീവിലോ, പെണ്ണുങ്ങളുടെ ഇമോഷൻസ്, നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലേ. അപ്പോൾ അവർ അധികം അതായിരിക്കും ആലോചിക്കുന്നത്. അപ്പോൾ സ്ത്രീകളായിട്ടുള്ള ഡയറക്ടേഴ്സും റൈറ്റേഴ്സും
കൂടുതൽ വരട്ടെ. അതെ. അപ്പോൾ കുറച്ച് കൂടുതൽ ക്യാരക്ടേഴ്സ് വരും. പിന്നെ ക്യാരക്ടേഴ്സ് ഒട്ടുമേ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉർവശി ചേച്ചിയൊക്കെ ചെയ്ത ക്യാരക്ടേഴ്സ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിൻസി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കുറവായിരിക്കും, അത് അങ്ങനെ ചിന്തിക്കാനുള്ള ആളുകളുടെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മോർ അങ്ങനത്തെ സിനിമകൾ നമുക്ക് ഇനി ഉണ്ടാവട്ടെ. അതെ, പക്ഷെ പണ്ടുള്ള ആളുകൾക്ക് അപ്പോൾ ചോദിക്കാം, പണ്ടുള്ള ആളുകൾക്ക് കുറച്ചധികം ചിന്തിക്കാൻ പറ്റിയിട്ടായിരിക്കും, അറിയില്ല, സത്യമായിട്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. മേ ബി അവരുടെ റീഡിങ് ആയിരിക്കാം, അവർ ചിലപ്പോൾ കുറച്ചധികം സ്ത്രീകളെ വാച്ച് ചെയ്തിട്ടുണ്ടാവാം, അങ്ങനെയല്ലേ. അപ്പോൾ അത് ഓരോ എക്സ്പീരിയൻസിൻ്റെയും ഓരോ വ്യൂ പോയിൻ്റെയും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കഥകൾ വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടുതൽ എഫേർട്ട് ഇടുക എന്നുള്ളത്. ആദ്ര നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡലിംഗ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ക്രിയേറ്റീവ് സൈഡിലും വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഇനി ഫ്യൂച്ചറിൽ മൂവിയിൽ ഒരു ഡയറക്ഷനൊക്കെ ആർദ്ര പ്ലാൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനോടൊരു ആഗ്രഹമുണ്ടോ? ആക്ച്വലി ഉള്ള 2 പണി തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മളങ്ങ് ബാലൻസ് ചെയ്ത് പോകുന്നതാണ്. ഡയറക്ഷൻ എന്നുള്ളതൊക്കെ കുറച്ചധികം എന്താ പറയുക, എഫേർട്ട് മാത്രം പോരാ, കുറച്ചധികം എന്താ പറയുക, ലൈഫിൻ്റെ കുറേ ഭാഗം അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി മാറ്റി വെക്കേണ്ട ഒരു വലിയ പ്രോസസ്സാണ്. കാരണം ഡയറക്ടറാണ് ആ ഒരു പ്രൊജക്റ്റിൻ്റെ മൊത്തം മാനേജർ കൂടിയാണ്. ഓരോ ആർട്ടിസ്റ്റിനെ മാത്രം പോരാ, ടെക്നീഷ്യൻസിനെ എല്ലാവരെയും മാനേജ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പോരാത്തിന് ഒരുപാട് സ്കില്ല് വേണ്ടതുമാണ്. അപ്പോൾ അതിനുള്ള സ്കില്ലൊന്നും ആയിട്ടില്ല, പക്ഷേ എനിക്ക് ആ പ്രോസസ്സ് ഇഷ്ടമാണ്. ഇപ്പോൾ ഡയറക്ഷൻ ആയിക്കോട്ടെ, ടെക്നിക്കൽ കാര്യങ്ങളായിക്കോട്ടെ, എനിക്കതിനെപ്പറ്റി വലിയ വിവരം ഒന്നുമില്ല. പക്ഷെ ഇവരെന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കണേ? ഇപ്പോൾ ലൈറ്റിംഗ് ആണെങ്കിലും, ആ ലൈറ്റ് എന്തിനാ അവിടെ കൊണ്ടുവച്ച്, ആ ലൈറ്റ് അങ്ങനെ ഇട്ടാൽ എന്താ കാര്യം, ഈ ഷോട്ട് എന്തിനാ എടുത്തിട്ടുണ്ടാവുക, ക്യൂരിയസ് ആൻഡ് എക്സൈറ്റഡ് ആണ് അങ്ങനത്തെ. ഇതെന്താണ് പരിപാടി എന്നുള്ളത്. ഇപ്പോൾ ആഡ്സ് ആണെങ്കിലും ഫിലിം ആണെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ട് ഇതെന്താണെന്ന് അറിയാൻ, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും. പക്ഷെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇല്ല, അത് ആഗ്രഹം വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് പറയാം. ഇപ്പൊ ഇല്ല. ഓൾസോ ഇപ്പം ഈ പ്രൊഫഷനും നമ്മുടെ ആക്ടിങ് മോഡലിംഗ് ഒക്കെ ഒന്നിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇനിയും ഒരു ഫ്രീ ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ, അല്ലാതെ എന്തെങ്കിലും ഹോബി ഉണ്ടോ ആദ്രയ്ക്ക്? എനിക്ക് ഡാൻസ് പഠിക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ. ഞാൻ ഇടയ്ക്ക് പോയി ജോയിൻ ചെയ്യും, പിന്നെ പല സാഹചര്യം കാരണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അത് ഒരു വഴിക്ക് പോവാണ്. വേറെ ഹോബീസ് ആയിട്ട് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് റീഡിങ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും പറ്റാറില്ല. പിന്നെ കുറേ സമയമൊക്കെ സ്റ്റഡീസ് കാരണം എനിക്ക് കുറേ സമയം പല മൂവീസും കാണാൻ പറ്റിയിട്ടില്ല, വർഷങ്ങളോളം പറ്റിയിട്ടില്ല. ഞാൻ ഗവൺമെന്റ് കോളേജസിലും സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസിലും ഒക്കെയാണ് പഠിച്ചത്. അപ്പം ഞാൻ പഠിച്ച സ്ഥലങ്ങളിലൊന്നും ഒരു TV അല്ലെങ്കിൽ അങ്ങനത്തെ വാച്ചിങ് പാറ്റേൺ എനിക്ക് പോസിബിലിറ്റി ഇല്ലായിരുന്നു. അപ്പം ക്യാച്ചപ്പ് ചെയ്യാൻ ഒരുപാട് മൂവീസ് ഒരുപാട് വർഷത്തെ ഉണ്ട്, അതുപോലെ പല ലാംഗ്വേജിലേ ഉണ്ട്. അപ്പം ഞാൻ ഫ്രീ ടൈമിൽ ഒരുപാട് മൂവീസും സീരീസും ഒക്കെ കാണും. അതുപോലെ ഈവൻ ഷോർട്ട് ഫിലിംസും മ്യൂസിക്കൽ വീഡിയോസും എല്ലാം കാണും. എനിക്ക് അങ്ങനത്തെ ഒരു ടൈം സ്പെൻഡിങ് ആണ്. പിന്നെ കുറച്ചധികം ഫ്രീ ടൈം കിട്ടിയാൽ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റിയാൽ പോകും. ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, പക്ഷെ അധികം പറ്റാറില്ല. പിന്നെ കിട്ടുന്ന ഗ്യാപ്പിൽ നേരെ വീട്ടിൽ പോവാ, അമ്മ നോക്കിക്കോളും. മലപ്പുറത്ത് പോവുകയാണെങ്കിൽ പിന്നെ ഓഫ് കോഴ്സ് ഫുഡും കാര്യങ്ങളും എല്ലാം പിന്നെ വീട്ടിൽ നിന്ന് ഒന്നും അറിയണ്ട. ഇനിയും മോർ മൂവീസ് കിട്ടട്ടെ. ഓൾസോ നമുക്ക് സ്ക്രീനിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് ആയിട്ട് ആർദ്രനെ കാണാനായിട്ട് പറ്റട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ coming here. Thank you so much. Thank you, Arthra.